കേരള ക്രിക്കറ്റ് ലീഗിലെ നിർണായക മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കൊല്ലം സൈലേഴ്സിന് 138 റൺസ് വിജയലക്ഷ്യം. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് ആലപ്പി 137 റൺസ് നേടിയത്. 46 റൺസ് എടുത്ത AK ആകർഷാണ് ടോപ്പ് സ്കോറർ. കൊല്ലത്തിന് വേണ്ടി AG അമൽ 3-ഉം പവൻ രാജ് 2 വിക്കറ്റും വീഴ്ത്തി. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരങ്ങൾ? സൈഫുദ്ദീൻ, കൊല്ലം ഏതാണ്ട് വിജയതീരത്തേക്ക് അടുക്കുകയാണ്. കൊല്ലത്തിന് ഇനി കുറഞ്ഞ റണ്ണുകൾ, ഏതാണ്ട് 30 റൺസ് മാത്രമാണ് ഇനി വിജയ ലക്ഷ്യമായുള്ളത്. അതിവേഗം തന്നെ കൊല്ലത്തിന്റെ ബാറ്റർമാർ സ്കോർ ഉയർത്തുകയാണ്. ഇപ്പോൾ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഈ മത്സരത്തോടു കൂടി തന്നെ കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനലിസ്റ്റുകളെ ഏത് എന്ന് പൂർണ്ണമായി ഒരു ചിത്രം തെളിയും. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ മത്സരത്തിന്റെ ഒരു ഗതി വെച്ച് നോക്കുമ്പോൾ കൊല്ലം സെമിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. കാരണം ഇനിയിപ്പോൾ ആലപ്പുഴ വിജയിച്ചാൽ തന്നെ, ഏതെങ്കിലും തരത്തിൽ ആലപ്പുഴ വിജയിച്ചാൽ തന്നെ നെറ്റ് റൺ റേറ്റിന്റെ ഒരു ആനുകൂല്യം പൂർണ്ണമായും കൊല്ലത്തിനാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം സെമിയിലേക്ക് അടുക്കുന്നു എന്ന് പറയാം. അങ്ങനെ കൊല്ലം സെമിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ സെമി ലൈനപ്പും ഏതാണ്ട് ഇന്ന് വൈകിട്ടോടെ തന്നെ കൃത്യമാകും. 1-4 സ്ഥാനങ്ങളിലുള്ള ഒന്നാം സ്ഥാനത്ത് നിലവിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. 4ാം സ്ഥാനത്തേക്കാണ് കൊല്ലത്തിന്റെ വരവുണ്ടാവുക. അങ്ങനെയെങ്കിൽ കൊല്ലവും കൊച്ചിയും തമ്മിൽ നാളെ വൈകിട്ട് 2ാമത്തെ സെമിയിൽ ഏറ്റുമുട്ടും. തൃശ്ശൂരും കോഴിക്കോടും തമ്മിലാണ് ആദ്യ സെമി നടക്കുക, 2-3 സ്ഥാനങ്ങളിലുള്ള. ഇത് വൈകിട്ടോട് കൂടി തന്നെ പൂർണ്ണമായി ഇതിന്റെ ഒരു ചിത്രം തെളിയും. എന്തായാലും മത്സരം ഇപ്പോൾ ഒരുപക്ഷെ ഏകപക്ഷീയമെന്നോണം ഇപ്പോൾ കൊല്ലം മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആകർഷ് മികച്ച ഒരു സ്കോറിംഗ് നടത്തി, 46 എടുത്തിരുന്നു. പക്ഷെ വലിയൊരു സ്കോറിലേക്ക് അദ്ദേഹത്തിന് ടീമിനെ കരകയറ്റാനായില്ല. മറുപടി ബാറ്റിംഗിൽ വിഷ്ണു വിനോദ് 39 റൺസ് എടുത്തു. ജലജ് സക്സേന ഒരു പക്ഷേ അദ്ദേഹം ഒരു വിക്കറ്റ് ആലപ്പുഴയ്ക്കായി നേടി. ഒരു പക്ഷേ ഈ സീസണിൽ ജലജ് സക്സേന കേരളത്തിന്റെ മണ്ണിൽ കളിക്കുന്ന ഒരു അവസാന മത്സരം എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഇന്നത്തെ ഒരു മത്സരത്തിനുണ്ട്. അടുത്ത സീസണിൽ അദ്ദേഹം രഞ്ജിയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഏറെ പ്രത്യേകതകളുണ്ട്. സെമി ലൈനപ്പ് ആകും ഇന്ന് വൈകിട്ടോടുകൂടി. സൈഫോ, KCL-ൽ ഇന്നത്തെ മത്സരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മഹേഷ് പോലൂർ സൂചിപ്പിച്ചതുപോലെ സെമി ഫൈനലിസ്റ്റുകളെ ഇന്ന് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെയായിരിക്കും സെമി ലൈനപ്പിലേക്ക് എത്തുക എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും.